നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. പുതിയ ഒരു കൊല്ലവർഷം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓരോ നക്ഷത്രത്തിലും ജനിച്ച ആളുകളുടെ ആ മലയാള വർഷത്തിലെ കൊല്ലവർഷം 1200 എന്നുള്ള മലയാള വർഷത്തിലെ വാർഷിക ഫലങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പുണർതം നക്ഷത്രക്കാരുടെ ഫലമാണ് നോക്കാനുള്ളത്. അപ്പം ഈ സമയത്തുള്ള ഒരു ഗ്രഹാവസ്ഥ നോക്കുമ്പോഴത്തേക്കും വ്യാഴം ഇടവത്തിലാണ്. 2025 വ്യാഴം മിഥുനത്തിലേക്ക് മാറും. അതുപോലെ ശനി ഇപ്പോൾ കുംഭൻ രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു. ഈ ശനി 2025 മീനം രാശിയിലേക്ക് മാറും. അതുപോലെ തന്നെ രാഹു 2025 മീനത്തിൽ നിന്ന് പുറകോട്ട് നീങ്ങി കുംഭത്തിലേക്കും, അതുപോലെ തന്നെ കേതു ഇപ്പോൾ കന്നിയിലാണ് സഞ്ചരിക്കുന്നത്, അത് പുറകോട്ട് നീങ്ങി ചിങ്ങൻ രാശിയിലും എത്തും. രാഹു കേതുക്കൾ എപ്പോഴും 180 ഡിഗ്രി അകലത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. രണ്ടും ധൂമഗ്രഹങ്ങളാണ്, നിഴൽ ഗ്രഹങ്ങളാണ്. പക്ഷേ അവ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. മറ്റ് ഗ്രഹങ്ങളൊക്കെ അധികം സമയം, അതായത് 1 മാസമോ 1.5 മാസമോ ഒക്കെ മാത്രമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത്. ചില ഗ്രഹങ്ങൾ 1 മാസത്തിൽ താഴെ മാത്രമേ ഒരു രാശി കൂടെ സഞ്ചരിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവ നൽകുന്ന അനുഭവങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും. വ്യാഴം, ശനി, രാഹു, കേതുക്കൾ ഇവ നൽകുന്ന അനുഭവങ്ങൾ ദീർഘകാലം നീണ്ടു നിൽക്കും. അപ്പോൾ നമുക്ക് പുണർതം നക്ഷത്രക്കാരുടെ സാമാന്യ ഫലങ്ങളിലേക്ക് നോക്കാം. പുണർതം നക്ഷത്രം 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ 1/4 ഭാഗം മിഥുനക്കൂറിലും അവസാന പാദം കർക്കിടകക്കൂറിലുമാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ മിഥുനക്കൂറിൽ പെടുന്ന ആൾക്കാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവമായിരിക്കും ഈ വർഷം ഉണ്ടാകുന്നത്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് വ്യാഴം അവരുടെ 12ാം ഭാവത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. 2025 ആകുമ്പോൾ അവരുടെ ജന്മക്കൂറിലേക്കാണ് വ്യാഴം എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ 12ൽ വ്യാഴം എന്ന് പറയുന്നതും ഒരു നിർഭാഗ്യ യോഗമാണ്. ജന്മവ്യാഴം എന്ന് പറയുന്നതും പലവിധ മനപ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു സുഖദുഃഖ സമ്മിശ്ര ഫലം ഉണ്ടാകും എന്ന് പറയാൻ കാരണം. അതുപോലെ തന്നെ ശനിയാണെങ്കിൽ കർമ്മസ്ഥാനത്തേക്ക് 2025 ആകുമ്പോഴത്തേക്കും എത്തിച്ചേരും. 9ൽ സഞ്ചരിക്കുന്ന ശനി 10ലേക്ക് എത്തിച്ചേരും. അപ്പോൾ അത് ഈ 10ൽ ശനി എന്ന് പറയുന്നത് കണ്ടക ശനിയാണല്ലോ. അപ്പോൾ മീനം രാശിയിൽ ശനിക്ക് അത്ര ദോഷകരമല്ല, സമക്ഷേത്രമാണ്. വ്യാഴം ശനിയും സമഗ്രഹങ്ങളായതുകൊണ്ട് സമക്ഷേത്രമാണെങ്കിൽ പോലും ശനി 10ൽ വരുമ്പം അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ കർമ്മരംഗത്ത് അനുഭവപ്പെടും. വ്യാപാരത്തിൽ നഷ്ടമുണ്ടാകാം, വിവാഹ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകാം, അല്ലെങ്കിൽ വിദ്യാതടസ്സം ഉണ്ടാകാം, വരവിൽ കവിഞ്ഞ ചെലവിന് കാരണമാകും. അതുപോലെ തന്നെ പലവിധ മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ജീവിത പങ്കാളിയുമായിട്ട് കലഹം, ഇതൊക്കെ ആ സമയത്ത് ഉണ്ടാകാം 2025 ആകുമ്പോഴത്തേക്കും. പിന്നെ പല അസുഖങ്ങൾ, ശാരീരികമായ അസ്വസ്ഥതകൾ, വൻതോതിലൊന്നും അല്ല എങ്കിൽ പോലും. പിന്നെയുള്ളത് ആഡംബരപ്രിയത്വം കൊണ്ടുള്ള അധിക ചെലവ്, ഇതൊക്കെയാണ് വരാനുള്ള സാധ്യത. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടകൻ രാശിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ ദോഷകരമാണെങ്കിൽ, അതുപോലെ തന്നെ ചന്ദ്രന് ഒക്കെ അത്ര ഗുണകരമല്ലാതെയാണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ ഹൃദ്രോഗം പോലുള്ള അവസ്ഥകൾ ഈ സമയത്ത് ഉണ്ടാകാം. അതുപോലെ വേണ്ടപ്പെട്ടവരുടെ വിയോഗം, അതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജാതകത്തിലെ ഗ്രഹസ്ഥിതി മോശമാണെങ്കിൽ. അതുപോലെ തന്നെ ശുക്രനും വ്യാഴവും ഒക്കെ ദോഷകരമായിട്ട് വരുമ്പോൾ അന്യ സ്ത്രീകൾ മൂലം മാനഹാനി ഉണ്ടാകാം, സന്താനങ്ങളെ കൊണ്ട് ദോഷഫലങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ മരണഭയം പോലും ഉണ്ടാകുന്ന അവസ്ഥ എത്തിച്ചേർന്നേക്കാം. ലഹരിയോടുള്ള ആസക്തി ഉണ്ടാകാം, വരുമാനം കുറയുകയും ചിലവ് കൂടുകയും ചെയ്യുന്ന അവസ്ഥ നേരിടേണ്ടി വന്നേക്കാം. യാത്രാക്ലേശം, യാത്രയിൽ അപകടങ്ങൾ, ഇതൊക്കെ നേരിടേണ്ടി വന്നേക്കാം. ഇപ്പോൾ ഈ ജാതകത്തെ കൂടെ ആസ്പദമാക്കിയാണ് ഈ ഫലങ്ങൾ വരുന്നത്. നമുക്കിപ്പം ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് നമുക്ക് വർഷഫലം പറയാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ജാതകത്തിൻ്റെ ഫലം കൂടെ ഏറ്റവും നിജമായിട്ടുള്ള അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഫലം എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്ന സമയത്തുള്ള ഗ്രഹസ്ഥിതിയാണ്. അപ്പോൾ അത് മോശമാണെങ്കിൽ ഈ ദോഷകാലം വരുമ്പം ശാരീരിക പീഡയും മനപ്രയാസവും ഒക്കെ കൂടുതലായിരിക്കും. ജാതകത്തിൽ ശുഭക്ഷേത്രങ്ങളിൽ ഗ്രഹങ്ങൾ നിൽക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ജാതകത്തിൽ അനുകൂലമായ രാശികളിൽ ഗ്രഹങ്ങൾ നിൽക്കുമ്പോഴാണ് ജനിക്കുന്നതെങ്കിൽ, അല്ലെ നമ്മുടെ പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ട് നമുക്ക് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ജനനം വരുന്നതെങ്കിൽ, ദോഷകാലം വന്നാലും വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെറിയ ചെറിയ ഒരു തട്ട് മുട്ടായിട്ടൊക്കെ അങ്ങ് കടന്നു പോകും, വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുകയില്ല. വർഷത്തിൻ്റെ മധ്യഭാഗത്തിന് ശേഷം കുറച്ച്
ഗുണകരമായ അനുഭവങ്ങളുണ്ടാകും. പുതിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങളൊക്കെ ലഭിച്ചേക്കാം. സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ഉണ്ടായേക്കാം. സുഹൃത്തുക്കൾ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനം വീണ്ടും നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കുകയും സ്കോളർഷിപ്പൊക്കെ കിട്ടാനുള്ള സാധ്യതയും ഉണ്ടാകും. ജീവിത പങ്കാളിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരസ്പര ധാരണയോടുകൂടി തന്നെ പറഞ്ഞ് തിരുത്താനും സാധിക്കുന്നതാണ്. വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം അങ്ങനെയുള്ള കുറച്ച് അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇത് പിന്നെ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം, കർക്കിടകക്കൂറിൽ വരുന്ന പുണർതം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷത്തിൻ്റെ ആദ്യ പകുതിയിലും ഇത്തരം അല്പം ദോഷാനുഭവങ്ങളും കൂടുതൽ ഗുണാനുഭവങ്ങളും ഉണ്ടായേക്കാം. മിഥുനക്കൂറുകാർക്കാണ് വർഷം ഗുണദോഷ സമ്മിശ്രമായിട്ട് പോകുന്നത്. വർഷാവസാനമാകുമ്പോഴത്തേക്കും കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, എങ്കിലും പൂർണ്ണമായിട്ടും ഗുണകരമായിട്ട് വരികയില്ല ഈ വർഷം. കർക്കിടകക്കൂറുകാർക്ക് സാമാന്യം ഗുണകരമായ ഫലങ്ങൾ ഈ വർഷം ഉണ്ടാകുന്നതാണ്. കർക്കിടകക്കൂറുകാരുടെ 11-ലാണ് വ്യാഴം വർഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് നിൽക്കുന്നത്. അതായത് 2025 ഏതാണ്ട് പകുതി എത്തുന്നതിന് ഒരു മാർച്ച് ഏപ്രിൽ മാസം വരെയൊക്കെ വ്യാഴം 11-ലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് വാഹനഭാഗ്യം, കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കുള്ള സാധ്യതയൊക്കെ ഉണ്ടാകാം. ആരോഗ്യകാര്യങ്ങളിലെ പുരോഗതി ഉണ്ടാകും. സാമ്പത്തികമായിട്ട് ഗുണകരമായ കാലമാണ്. പക്ഷേ ശനി അന്നേരം അവർക്ക് അഷ്ടമത്തിലാണ് സഞ്ചരിക്കുന്നത്. അഷ്ടമശനി എന്ന് പറയുന്നത് പല പല ബുദ്ധിമുട്ടുകളുണ്ടാക്കും. കുടുംബത്തിൽ ചില ബന്ധുക്കളുടെ വേർപാടുകളുണ്ടാകാം. പിന്നെ കർക്കിടകക്കൂറുകളിലെ പുണർതം നക്ഷത്രക്കാർക്ക് 2025 ധനസ്ഥാനത്ത് വരുന്ന കേതുവിനെ കൊണ്ട് ദുരിതങ്ങൾ ഉണ്ടാകാം. കാരണം 2025 കേതു ചിങ്ങത്തിലേക്ക് വരുമ്പോൾ ധനസ്ഥാനത്താണ് വരുന്നത്. തസ്കര ഭയം, അതായത് കള്ളന്മാരുടെ ഭാഗത്തു നിന്നുള്ള അക്രമങ്ങൾ അല്ലെങ്കിൽ മോഷണം ഒക്കെ ഉണ്ടാകുക, നേരിടേണ്ടി വരാം. അന്യ സ്ത്രീകളുമായിട്ട് ബന്ധം, സംസാരം മൂലം ദോഷഫലങ്ങൾ ഉണ്ടാവുക, ശരീരസുഖക്കുറവ്, ഇതൊക്കെ ഉണ്ടാകാം. അതേസമയത്ത് തന്നെ 8-ലാണ് രാഹു വരുന്നത്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കലഹം ഉണ്ടാകാനും പരസ്പരം ഉപദ്രവമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പലപ്പോഴും പിന്നെ രാഹു രണ്ടു കൂട്ടർക്കും ദോഷകരമാണെങ്കിൽ, ഭാര്യാഭർത്താക്കന്മാർക്ക് രണ്ടു കൂട്ടർക്കും ജാതകപരമായിട്ടും കൂടെ ദോഷമാണെങ്കിൽ ശരിക്കും ശാരീരികമായിട്ട് തന്നെ അടിപിടി ഉണ്ടാകും. പരസ്പരം മുറിവ് പറ്റുന്ന രീതിയിൽ തന്നെ അടിപിടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു ഗുണഫലം എന്ന് പറയുന്നത് സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ വക്കീല്, അങ്ങനെ വാക്കുകൾ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഗുണകരമായ ചില അവസ്ഥകൾ ഉണ്ടാകും. ജോലിയിൽ പ്രശംസ കിട്ടും. പ്രത്യേകിച്ച് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നവർക്ക്, സാങ്കേതിക വിദ്യ, വളരെ സ്കിൽഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യ ചെയ്യുന്ന, ഇപ്പോൾ റോക്കറ്റ് എഞ്ചിനീയറിങ്, ഏവിയേഷൻ, ഇലക്ട്രോണിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പുതിയ പല കണ്ടുപിടുത്തങ്ങൾ ചെയ്യുക, മരുന്നുകൾ, ക്യാൻസർ മെഡിസിന്, അങ്ങനെയുള്ള ടെക്നോളജി ബയോടെക്നോളജി ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ള ജോലി ചെയ്യുന്നവർക്ക് വളരെ വലിയ പ്രശംസ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വ്യാഴം രാശി മാറുമ്പോഴത്തേക്കും, വ്യാഴം 2025 ആകുമ്പോഴത്തേക്കും കർക്കിടക കൂറുകാരുടെ 12-ലേക്ക് വരും. അപ്പോൾ അധിക ചെലവ്, പിന്നെ വിദേശത്തേക്ക് പോകേണ്ടി വരിക, അല്ലെങ്കിൽ സ്വന്തം ദേശം വിട്ടു പോകേണ്ടി വരിക, കുടുംബക്ലേശം, ഭാര്യാഭർത്തൃ കലഹം, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചെലവുകളും വർദ്ധിക്കുന്നതാണ്. ഈ 12-ാം വ്യാഴക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു നിർഭാഗ്യവാൻ എന്നുള്ള അർത്ഥമാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ഈ വ്യാഴം 12-ലേക്ക് വരുമ്പോഴത്തേക്കും അമിതമായ ചെലവ് നമ്മളെ വളരെയേറെ ഞെരുക്കും. വരുമാനം കുറയുകയും ചെലവ് കൂടുകയും ചെയ്യും. പിന്നെ ഈ വിദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞത്, വ്യാഴം ജനിക്കുന്ന സമയത്ത് ഗുണകരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നാട് വിട്ടു പോവുക എന്ന് പറയുന്നത് ഗുണകരമായ നാടുപിടിയിലായിരിക്കും. വിദേശത്തേക്ക് പോയിട്ട്, ഇപ്പോൾ ശനിയും കേതുവും ഒക്കെ ഒരു പരിധിവരെ അതിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ശനിയും ഗുണകരമാണ് എങ്കിൽ ശനി ദോഷം ചെയ്യുന്നതിന് പകരം ശനി നമ്മളെ മറ്റൊരു ജോലി, മറ്റൊരു നാട്ടിൽ നല്ലൊരു ജോലി കിട്ടിയിട്ട് അങ്ങോട്ട് വിടുന്നതാണ്. അപ്പോൾ ശനി, ഈ വ്യാഴം എന്നൊക്കെ പറയുന്നത് മനുഷ്യരാണോ അല്ലെങ്കിൽ അതുപോലെ ചിന്തിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത്. അവയുടെ എഫക്റ്റ്, ആ ഗ്രഹങ്ങളുടെ ഫലം നമുക്ക് ലഭിക്കുന്നത് ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളായിട്ടാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഗ്രഹങ്ങൾ വന്ന് നമ്മളെ ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുപോകുമോ എന്നൊക്കെയാണ് അവർ വിമർശകർ ചോദിക്കുന്നത്. അപ്പം അങ്ങനെയല്ല നമ്മളത് മനസ്സിലാക്കേണ്ടത്. പിന്നെ പൊതുഫലങ്ങൾ നോക്കുമ്പോൾ, പുണർതം നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങൾ നോക്കുമ്പം ചൂതാട്ടങ്ങളിലും സാമ്പത്തികം ഉപയോഗിച്ചുള്ള ഷെയർ മാർക്കറ്റ്, അതുപോലെ തന്നെ പരീക്ഷണങ്ങളായിട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, വിനോദങ്ങൾ, അതിലൊക്കെ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
വളരെ ആലോചിച്ചും നല്ല പരിചയമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടും മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാവുള്ളൂ. ഭൂമി വ്യാപാരത്തിൽ ലാഭം കുറയാനിടയുണ്ട്. പല പല പരിശ്രമങ്ങളും ഉദ്ദേശിക്കുന്ന ഫലപ്രാപ്തി എത്തിയില്ല എന്നൊരു തോന്നലുണ്ടാകും. ഇപ്പം ഉദ്യോഗം മാറി മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് അത്ര ഗുണകരമല്ല. പക്ഷേ ന്യായമായ ആവശ്യങ്ങളൊക്കെ നടന്നു പോകുന്ന ഒരു കാലഘട്ടവുമാണ്. സ്വന്തക്കാരുമായിട്ടുള്ള പിണക്കമൊക്കെ അവസാനിപ്പിക്കാൻ സാധിക്കും. സുഹൃത്തുക്കളിൽ നിന്ന് സാമ്പത്തിക സഹായമൊക്കെ കിട്ടുന്നതാണ്. പ്രണയബന്ധങ്ങളിൽ വീട്ടുകാരിൽ നിന്നുള്ള എതിർപ്പ് ഉണ്ടാകാം. നമ്മൾ ആലോചിച്ച് തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇനി നമുക്ക് പരിഹാര കാര്യങ്ങളിലേക്ക് കൂടെ നോക്കാം. വ്യാഴാഴ്ചയും പുണർന്നം നക്ഷത്രവും ഒരുമിച്ച് വരുന്ന ദിവസങ്ങളിൽ ഉപവാസം അനുഷ്ഠിക്കാൻ ശാരീരിക ശേഷിയുള്ളവർ ഉപവാസം എടുത്ത് തന്നെ ആ വ്രതം അനുഷ്ഠിച്ച് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ആൽപ്രദക്ഷിണം കൂടെ ചെയ്യുന്നത് ഗുണകരമാണ്. അതുപോലെ തന്നെ പൗർണമി ദിവസങ്ങളിൽ ശിവപാർവതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, വഴിപാടുകൾ ചെയ്യുക. ശിവന് പിൻവിളക്ക് തെളിയിക്കുന്നതും നല്ലതാണ്. പിന്നെ ഭക്ഷണം ദാനം ചെയ്യുന്നത്, അന്നദാനം ചെയ്യുന്നത് എല്ലാ മതക്കാർക്കും എല്ലാ വിഭാഗത്തിലും പെടുന്നവർക്ക് വളരെ ഗുണകരമാണ്. ക്ഷേത്രാചാരം അനുസരിച്ച് ക്ഷേത്രത്തിലെ അന്നദാനങ്ങളിൽ പങ്കാളിയാകുന്നത് ഈ സമയത്ത് വളരെ നല്ലതാണ്. അതൊന്നും അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവർക്ക് അരിയോ പലവ്യഞ്ജനമായിട്ടോ എന്തെങ്കിലും ഒരു ഭക്ഷണം ദാനം ചെയ്യുക. അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത ഭക്ഷണമാണെങ്കിൽ അങ്ങനെ അത് ദാനം ചെയ്യുന്നത് ഈ ദോഷഫലങ്ങൾ കുറയ്ക്കാനായിട്ട് വളരെ ഉപകാരമാണ്. പിന്നെ അമാവാസിക്ക് വ്രതമെടുക്കുന്നവർ വെള്ള വസ്ത്രങ്ങൾ ധരിക്കുക, മധുരപലഹാരങ്ങൾ ദാനം ചെയ്യുക. കുട്ടികൾക്കൊക്കെ മധുരപലഹാരം കൊടുക്കുന്നത്, അതുപോലെ പ്രായമായവർക്ക് മറ്റ് രോഗങ്ങളൊന്നും ഇല്ലാത്തവർക്ക് മധുരം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നതൊക്കെ ഗുണകരമാണ്. ബുധനാഴ്ചയും ശനിയാഴ്ചയും വസ്ത്രദാനം ചെയ്യുന്നത് നല്ലതാണ്. കുടുംബദേവതയ്ക്ക് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. അർച്ചനയോ അല്ലെങ്കിൽ ഒരു പിടി നാണയം സമർപ്പിക്കുക, പട്ട് സമർപ്പിക്കുക. കുടുംബദേവതയ്ക്ക് മാസം തോറും പുഷ്പാഞ്ജലി നൽകുക. നെയ്വിളക്ക് അല്ലെങ്കിൽ എണ്ണ വിളക്കാണെങ്കിൽ അത് സമർപ്പിക്കുക, അല്ലെങ്കിൽ നിലവിളക്ക് വാങ്ങിച്ചു വെക്കുക. ഇതൊക്കെ വളരെ ഗുണകരമായ കാര്യമാണ്. പിന്നെ പിതൃകർമ്മങ്ങൾ ഏതെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അമാവാസിക്ക് ബലിയിട്ട് അതങ്ങ് പൂർത്തിയാക്കുക. അപ്പോൾ അത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ പുണർന്നം നക്ഷത്രക്കാർക്ക് ഈ പറയുന്ന ദോഷകാലങ്ങളിൽ നിന്ന് നല്ലൊരു മോചനം കിട്ടുകയും കുറേ കാര്യങ്ങളിൽ അവർക്ക് ഗുണകരമായ അവസ്ഥ വന്നെത്തുകയും ചെയ്യും. ആർക്കും 100% ദോഷകരമായ ഒരു കാലവും ഇല്ല. മാത്രമല്ല പരിഹാരമില്ലാത്തൊരു പോംവഴി പ്രതിസന്ധിയില്ല. ഏതൊരു പ്രതിസന്ധി വന്നാലും അതിനൊരു പരിഹാരവും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ വഴിപാടുകളും കൂടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ മനസ്സർപ്പിച്ച് വിശ്വാസത്തോടു കൂടി തന്നെ വഴിപാടുകൾ ചെയ്യുക. വലിയ തുക മുടക്കി വഴിപാട് ചെയ്യേണ്ടതില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അന്നദാനം എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന നല്ലൊരു വഴിപാടാണ്. അപ്പോൾ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ജീവിതത്തിൽ നന്നായിട്ട് പരിശ്രമിച്ച് മുന്നേറാനായിട്ട് ശ്രമിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും ദൈവാനുഗ്രഹവും ജീവിതത്തിലെ ഭാഗ്യവും ധാരാളമായിട്ടുണ്ടാകട്ടെ. നിങ്ങളുടെ ദോഷഫലങ്ങളൊക്കെ മാറിപ്പോകാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.